ഞാൻ 2008 സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഒരു ബൈക്ക് വാങ്ങി. അത് 2010 ആഗസ്റ്റ് മാസത്തിൽ ഞാൻ വിറ്റ്. എനിക്ക് ഗൾഫിൽ പോകേണ്ട ഒരു വിസ ശരിയായതുകൊണ്ടാണ് ഞാൻ വിറ്റിട്ട് ഗൾഫിൽ പോയി. ആഗസ്റ്റിലാണ് പോകുന്നതിന് ഒരു ദിവസം മുമ്പാണ് ബൈക്ക് വിറ്റത്. അവർ ഒരു ബൈക്ക് കച്ചവടക്കാരാണ് എൻ്റെ ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോയി. അവർ പറഞ്ഞ് പേരൊക്കെ മാറ്റി അവരെടുത്തോളാമെന്ന് പറഞ്ഞ് അന്ന് ഫോമിലെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ അത് മറന്നും പോയി. 2019 ഞാൻ തിരിച്ചു വന്നിട്ട് 2024 ലാസ്റ്റിൽ എനിക്ക് RTO ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്ന്. അപ്പോൾ അതിലൊരു പെറ്റി കിടക്കുന്നതുണ്ട്. ഞാൻ 15 വർഷം മുമ്പ് വിറ്റ ബൈക്കിൻ്റെ പെറ്റിയാണ് കിടന്നത്. അതുകൊണ്ട് ഞാൻ നേരെ പാർസൽ RTO ഓഫീസിൻ്റെ അവിടെ പോയി ഇത് അന്വേഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ പേരിൽ പെറ്റി ഏകദേശം 35,000 രൂപയോളം പെറ്റി കിടപ്പുണ്ടായിരുന്നു. അതിലൊന്ന് ഒന്നാണ് വന്നത്. ഈ ക്യാമറ സ്ഥാപിച്ചതിന് ശേഷമാണ് പെറ്റികൾ കൂടുതൽ അടിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് നെയ്യാറ്റിൻകര ആ ഭാഗത്താണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്നിട്ട് ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ നേരെ വെള്ളയുടെ പോലീസ് സ്റ്റേഷനിൽ പോയി സർക്കിളിനെ കണ്ട് സംസാരിച്ച് പെറ്റീഷൻ കൊടുക്കാമെന്ന് സാറ് പറഞ്ഞ്, നിങ്ങൾ കംപ്ലൈൻറ്റ് തന്നാണ്ട് ഒരു കാര്യമില്ല, കാരണം ഞങ്ങൾക്കിത് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ചെന്ന് ബൈക്ക് എവിടെ ആരുടെ കയ്യിലുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് വാ, ഞങ്ങൾ ബാക്കി ആക്ഷൻ എടുത്തോളാം, അല്ലാതെ ഇതിന് മേൽ നടപടികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ RTO ഓഫീസിൽ പോയപ്പോഴും RTO ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ബൈക്കൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞ് മുൻപ് അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നുമില്ല, നമ്മൾ വണ്ടി കണ്ടുപിടിച്ച് അവിടെ RTO ഓഫീസിൽ കൊടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോഴൊരു ഇത്രയും വലിയ എമൗണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാം എക്സ്പയറായി. കാരണം 15 വർഷം ആകുമ്പോൾ വണ്ടി പുതുക്കേണ്ടതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. 15 വർഷം 18 മുതൽ ഇപ്പോൾ 17 വർഷമായി വണ്ടി വാങ്ങിച്ചിട്ട്. ഞാൻ വിറ്റിട്ട് 15 വർഷമായി.